ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു റിമോട്ടാണ്. ഇത് നമുക്ക് ഏത് സ്മാർട്ട് ടി വിയിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റിമോട്ടാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. ഒരു ദിവസം എന്നെ 10 പേരെങ്കിലും മിനിമം വിളിക്കാറുണ്ട്, ടി വിയുടെ റിമോട്ട് കിട്ടുമോ, ആ ടി വിയുടെ റിമോട്ടാണ്, ഇതാണ് മോഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല റിമോട്ടുകളുടെ ഫോട്ടോ അയച്ചു തരും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് കൂടെയാണ് ഇന്നത്തെ വീഡിയോ. ഇത് വാങ്ങാനുള്ള ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിൽ വിളിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരാം. ഇപ്പോൾ ഈ റിമോട്ടിനകത്ത് വരുന്നത് ഇത് ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്ന റിമോട്ടാണ് കേട്ടോ. 2 ബാറ്ററി, നമ്മുടെ സാധാരണ ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്നതാണ്, റിമോട്ടിൻ്റെ ബാറ്ററി ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അഡാപ്റ്ററിന് കിട്ടും നമുക്ക്. ഇത് നമ്മുടെ ടി വിയുടെ പുറകിൽ പെൻഡ്രൈവ് കൊടുക്കുന്ന ആ ഒരു പോർട്ടിൽ വേണം കൊടുക്കാനായിട്ട്. ഇത് നമ്മൾ കണക്ട് ചെയ്ത് ആദ്യത്തെ പ്രാവശ്യം, അതായത് ടി വി ഓൺ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഓഫ് കണ്ടീഷൻ ആണെങ്കിൽ ടി വിയുടെ സ്വിച്ച് അമർത്തി തന്നെ ഓൺ ആക്കണം. മറിച്ച് ടി വി ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ റിമോട്ടിൽ നമ്മൾ ബാറ്ററി ഇട്ടു അടച്ചു. ഈ റിമോട്ടിന് 2 വശമുണ്ട്, ശ്രദ്ധിച്ചു എന്ന് തോന്നുന്നു. ഒന്ന് കീബോർഡിൻ്റെതും പിന്നെ ഒന്ന് സാധാ റിമോട്ട് പോലെയാണ് ഇരിക്കുന്നത്. അതെല്ലാം വിശദമായിട്ട് പറയാം. ഇപ്പോൾ കണ്ടോ, റിമോട്ടിലെ ഒരു മൗസ് പോലെ വർക്കാകുന്നത്. നമുക്ക് അതുവഴി തന്നെ സെലക്ട് ചെയ്യാനും പറ്റും. നമുക്കൊരു കമ്പ്യൂട്ടറിൻ്റെ മൗസ് പോലെ തന്നെ ഇത് ഉപയോഗിക്കാം. കമ്പ്യൂട്ടറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കാം കേട്ടോ. ലാപ്ടോപ്പിലും നമ്മുടെ ജിയോ ഫൈബറിൻ്റെ റിമോട്ടായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ജിയോ ഫൈബറിൻ്റെ സെറ്റ് ബോക്സൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമുക്ക് എം ബോക്സ്, അതായത് സ്മാർട്ട് ബോക്സിലൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മളിതാ ഇപ്പോൾ യൂട്യൂബിൽ കയറിയായിരുന്നു, യൂട്യൂബിൻ്റെ അവിടെ കൊണ്ടുപോയി നമ്മൾ പ്രസ് ചെയ്ത് ഇനി നമുക്ക് കീബോർഡ് നേരെ ആ റിമോട്ടിനെ തന്നെ നേരെ മറച്ചിട്ട് കഴിഞ്ഞാൽ കീബോർഡ് റിമോട്ടായി. അങ്ങനെ നമ്മൾ നേരെ കമഴ്ത്തി വെച്ചാൽ മാത്രം മതി, വേറൊന്നുമില്ല. നമുക്കിനി ഇഷ്ടമുള്ള വീഡിയോ നമുക്ക് സെർച്ച് ചെയ്തെടുക്കാം. നമുക്ക് ആ കീബോർഡിൽ ടൈപ്പ് ചെയ്താൽ മാത്രം മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം. നമ്പേഴ്സൊക്കെ ആണെങ്കിൽ പുറകിൽ 1, 2, 3 ഒക്കെ ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് മറച്ചിട്ട് നമുക്ക് ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ റിമോട്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒറ്റ അടിക്ക് തന്നെ നമുക്ക് വോയിസ് കൺട്രോൾ ഇതിനകത്തുണ്ട് കേട്ടോ. അതും കൂടെ പറയാൻ വിട്ടുപോയി. വോയിസ് കൺട്രോളുണ്ട്, കീബോർഡുണ്ട്, നമുക്ക് സാധാ റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റും, ജോയ്സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും, മൗസുണ്ട്. എന്ത് പറയണം, ഇനി എന്താണ് ഇനി വേണ്ടത്? ഒന്നും വേണ്ട. ഇതാ നെക്സ്റ്റ്, പ്രീവിയസ്, ഹോം ബട്ടൺ എല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഏത് സ്മാർട്ട് ടി വി ആയാലും നമുക്കിത് ഉപയോഗിക്കാം. ഇനി വേറൊരു ടൈപ്പ് റിമോട്ടും കൂടെ വരുന്നുണ്ട്. ഇത് റീചാർജബിൾ ടൈപ്പാണ്. നമ്മൾ നേരത്തെ കണ്ടത് ബാറ്ററി ഇട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഏതാണ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. ഇല്ലാത്തവർക്ക് നോക്കിയിട്ട് കിട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അയച്ചു തരാം. വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി കേട്ടോ. ഏത് റിമോട്ട് വേണമെന്നുള്ളതിൻ്റെ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. കൂടാതെ വാട്സാപ്പിൻ്റെ ടൂളിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും, ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സെലക്ട് ചെയ്ത് അയച്ചു തന്നാലും മതി.